വെൽക്കം ടു ലേണിംഗ് ഇംഗ്ലീഷ്. ഇന്ന് ഇറഗുലർ നൗൺസ് എന്താണെന്ന് നോക്കാം. എസ് ചേർത്ത് വരുന്ന നൗൺസ് പ്ലൂറലാ പറഞ്ഞു, പക്ഷേ എസ് ചേർത്തിട്ട് സിംഗുലർ ആവുന്ന നൗൺസ് ഉണ്ട്. അതേതായിരുന്നു? പൊളിറ്റിക്സ്, ന്യൂസ്, ഫിസിക്സ്. ഈ ഇറഗുലർ നൗൺസ് പ്ലൂറൽ ഏതൊക്കെയായിരുന്നു? ചിൽഡ്രൻ, വിമൻ, ഫീറ്റ്, ടീത്ത്. ഇതിൻ്റെ സിംഗുലർ എന്താ? ചിൽഡ്രൻ്റെ സിംഗുലർ ചൈൽഡ്, വിമൻ്റെ സിംഗുലർ വുമൻ, ഫീറ്റിൻ്റെത് ഫുട്ട്, ടീത്തിൻ്റെത് ടുത്ത്. രണ്ടിൻ്റെ കൂടെയും സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇറഗുലർ നൗണാണ് ഫിഷ്, ഡീർ, ഷീപ്പ് ഒക്കെ. ദീസ് ഫിഷ് ആർ വെരി കളർഫുൾ. ദീസ് എന്ന് പ്ലൂറലാണ് പ്രോണൗൺ യൂസ് ചെയ്തിട്ടുള്ളത്. ഫിഷ് എന്ന് തന്നെയാണ് അവിടെ യൂസ് ചെയ്തത്. മൈ ടീത്ത് ആർ ഹേർട്ടിങ്. അപ്പോൾ ഇത് പ്ലൂറലാണ്. സിംഗുലർ ആണെങ്കിലോ മൈ ടുത്ത് ഈസ് ഹേർട്ടിങ്. ഫിസിക്സ് ഈസ് മൈ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഇങ്ങനെ വേണം ഓരോ ഇറഗുലർ നൗൺസും യൂസ് ചെയ്യാനായിട്ട്. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസ് പഠിച്ചായിരുന്നു നമ്മൾ നൗണിൻ്റെ ക്ലാസ്സിൽ. ഈ കൗണ്ടബിളിൻ്റെ കൂടെ ഏതൊക്കെയായിരുന്നു യൂസ് ചെയ്യുക? എ, മെനി, ഫ്യൂ, എ ഫ്യൂ. ബോത്തിൻ്റെ കൂടെ, അതായത് സിംഗുലറായിട്ടും പ്ലൂറലായിട്ടും യൂസ് ചെയ്യാവുന്ന വേർഡ്സിൻ്റെ കൂടെ ഏതൊക്കെയാണ് യൂസ് ചെയ്യുക? എനി, എ ലോട്ട് ഓഫ്, ലോട്ട്സ് ഓഫ്, ഇനഫ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. നോൺ കൗണ്ടബിളിൻ്റെ കൂടെയോ മച്ച്, ലിറ്റിൽ, എ ലിറ്റിൽ ബിറ്റ് ഓഫ്. മോർ എന്നുള്ള വാക്ക് ഏതിൻ്റെ കൂടെ യൂസ് ചെയ്യുക? ഫുഡ് ആൻഡ് ഡ്രിങ്കിൻ്റെ കൂടെ യൂസ് ചെയ്യാം. മോർ വാട്ടർ, മോർ ബ്രെഡ്, മോർ കോഫി എന്ന് പറയാം. എനി എന്നുള്ളതോ സിംഗുലറിൻ്റെ കൂടെയും പ്ലൂറലിൻ്റെ കൂടെയും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂസ്, ലെറ്റേഴ്സ്, ടിക്കറ്റ്സ് ഇതിൻ്റെയൊക്കെ കൂടെ. എനി മെസ്സേജസ്, എനി ഇമെയിൽ, എനി ന്യൂസ് ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. മച്ച് സിംഗുലറിൻ്റെ കൂടെയും മെനി പ്ലൂറലിൻ്റെ കൂടെയാണ്. ഹൗ മെനി എഗ്സ് ആർ ദർ ഇൻ ദിസ് കേക്ക്? ഇവിടെ എഗ്സ് എന്നുള്ള പ്ലൂറൽ നൗണാണ്. അതിനു മുമ്പ് മെനിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദർ വാസ് ഇൻ മച്ച് വിൻഡ്. ഇവിടെ വിൻഡ് എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ്. അതിനു മുമ്പ് മച്ചാണ് യൂസ് ചെയ്തത്. എ ലോട്ട് ഓഫും ലോട്ട്സ് ഓഫും. ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി. മണി എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ്. അതിനു മുമ്പ് എ ലോട്ട് ഓഫ് യൂസ് ചെയ്തു. വി ഗെറ്റ് ലോട്ട്സ് ഓഫ് തിങ്സ്. അവിടെ ലോട്ട്സ് ഓഫ് കഴിഞ്ഞ് തിങ്സ് പ്ലൂറലാണ് യൂസ് ചെയ്തത്. എ ലിറ്റിലും ലിറ്റിലും. ലിറ്റിൽ എന്ന് യൂസ് ചെയ്യുമ്പോൾ നെഗറ്റീവാണ്, ഒന്നും ഇല്ല എന്നുള്ള അർത്ഥമാണ് വരിക. എ ലിറ്റിലാവുമ്പോഴാണ് എന്തെങ്കിലും കുറച്ച് ഉണ്ട് എന്നുള്ള അർത്ഥം. ഐ നീഡ് ലിറ്റിൽ മണി എന്ന് പറയുമ്പോൾ ഐ ഹാർഡ്ലി നീഡ് മണി എന്നുള്ള അർത്ഥമാണ്. ഐ നീഡ് എ ലിറ്റിൽ മണി എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും കുറച്ച് വേണം. ഐ നീഡ് സം മണി എന്നുള്ള അർത്ഥമാണ് അവിടെ വരിക. അതേപോലെ തന്നെയാണ് എ ഫ്യൂവും ഫ്യൂവും. ഫ്യൂ മാത്രം യൂസ് ചെയ്യുമ്പോൾ അവിടെ നെഗറ്റീവാണ്, ഇല്ല എന്നുള്ള അർത്ഥം വരും. എ ഫ്യൂ ഫ്രണ്ട്സ് വിസിറ്റഡ് മീ. അവിടെ കുറച്ച് പേര്, അതല്ലെങ്കിൽ സം ഓഫ് മൈ ഫ്രണ്ട്സ് എന്നുള്ളൊരു അർത്ഥം വരും. ഫ്യൂ ഫ്രണ്ട്സ് വിസിറ്റഡ് മീ എന്ന് പറഞ്ഞാൽ ആരും വിസിറ്റ് ചെയ്തില്ല എന്നുള്ള അർത്ഥമാണ് വരിക. കോമ്പൗണ്ട് നൗൺസ് രണ്ട് നൗണ് ഒരുമിച്ച് ഒറ്റ വാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതാണ് സ്റ്റെയർ കേസ്, കീബോർഡ്, ഫുട്ബോൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട് നൗൺസ്. ഇനി കളക്റ്റീവ് നൗൺസ് ഉണ്ട്. എ ക്രൗഡ് ഓഫ് പീപ്പിൾ, എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്, എ പാക്ക് ഓഫ് വുൾഫ്സ്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പറയുന്നതിനാണ് കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. റിഫ്ലെക്സീവ് പ്രോണൗൺ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? മൈ സെൽഫ്, അവർ സെൽഫ്, ദെം സെൽഫ്സ് ഇതൊക്കെയാണ് റിഫ്ലെക്സീവ് പ്രോണൗൺ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക? ഈ റിഫ്ലെക്സീവ് പ്രോണൗൺ ഇറ്റ് റിഫ്ലെക്ട്സ് ബാക്ക് അപ്പോൺ ദ സെൻറ്റൻസ് സബ്ജക്റ്റ്. സബ്ജക്റ്റിനെ തന്നെ ഒന്നുകൂടി സ്ട്രെസ് ചെയ്യുന്നതാണ്. സിന്ധ്യ പോസ് എ കപ്പ് ഓഫ് ടീ ഫോർ ഹെർസെൽഫ്. അതായത് അവൾക്ക് തന്നെ എന്നുള്ള അർത്ഥമാണ് അവിടെ വന്നത്. മൈ സെൽഫ് വിൽ കണ്ടക്ട് ടുഡേയ്സ് മീറ്റിംഗ്. അത് തെറ്റാണ്. ഐ വിൽ കണ്ടക്ട് ടുഡേയ്സ് മീറ്റിംഗ്. മൈ സെൽഫ് രാഹുൽ. ഇങ്ങനെ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഐ ആം രാഹുൽ. അതാണ് പ്രോപ്പർ വേ. Hope you all understood this session. Please subscribe and follow this channel.